വ്യത്യസ്തമായ രീതിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി ശ്രദ്ധേയമാവുകയാണ് തിരുവനന്തപുരം മുഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ. പൊതുതെരഞ്ഞെടുപ്പിന്റെ തനത് മാതൃകയിലാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഒരു പൊതുതെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയായിരുന്നു ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഓരോ ക്ലാസുകളും ഓരോ നിയോജക മണ്ഡലങ്ങളായി തിരിച്ചു. വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡും നൽകി. സാധാരണ തെരഞ്ഞെടുപ്പിലെ പോലെ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറുമെല്ലാം തെരഞ്ഞെടുപ്പിൽ സജ്ജരായിരുന്നു. ഉണ്ടായിരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ കുറവ് മാത്രം. പകരം ലാപ്ടോപ്പിൽ സമ്മതി എന്ന സോഫ്റ്റ്വെയറിലൂടെയായിരുന്നു വോട്ട് രേഖപ്പെടുത്തൽ. പോളിംഗ് ബൂത്തിലെത്തുമ്പോഴുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ അവബോധം സൃഷ്ടിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന് അധ്യാപകൻ പറഞ്ഞു. ഒരു പോളിംഗ് ബൂത്തിൽ ചെന്നാൽ അവിടെ നിന്നും ഏതെല്ലാം ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു വോട്ട് ചെയ്യാൻ കഴിയുന്നതെന്നും അതിൻ്റെ രീതികൾ എന്താണെന്നും ഈ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഒരു അവബോധം ഉണ്ടാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈ സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നത്. അധ്യാപകനായ സന്തോഷ് ഇലക്ഷൻ കമ്മീഷണറും അംജിത് സോഫ്റ്റ്വെയർ കോർഡിനേറ്ററുമായി. സ്കൂളിലെ SPC, NCC, JRC വോളണ്ടിയേഴ്സ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പൊതുതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനങ്ങളും കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ വലിയ അനുഭവ സമ്പത്ത് നേടിയെടുത്തെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.